ഹലോ നമസ്തേ. അപ്പൊ ഞാനിതാ വീണ്ടും എത്തിയിട്ടുണ്ട്. എല്ലാവർക്കും സുഖമല്ലേ? അപ്പൊ ഈ ദുബായ് പാർട്ട് 2 കാണണ്ടേ? എന്നാ പിന്നെ വാ, നമുക്കൊന്ന് കണ്ടു നോക്കാം. ഞങ്ങളുടെ എൻട്രി ടൈമായി ടിക്കറ്റ് ഒക്കെ കാണിച്ച് ഞങ്ങൾ അകത്ത് കയറി. ഞങ്ങളുടെ ക്യാബിൻ ഓപ്പൺ ആയി. സൂപ്പർ എക്സൈറ്റ്മെന്റിൽ ഞങ്ങൾ ക്യാബിന്റെ അകത്ത് കയറി. ഈ എക്സൈറ്റ്മെന്റിന് കാരണമുണ്ട്. ഞങ്ങൾ പ്രൈവറ്റ് ക്യാബിനൊന്നുമല്ല ബുക്ക് ചെയ്തിരിക്കുന്നത്. സ്റ്റിൽ ഞങ്ങൾ ഇപ്പോൾ പ്രൈവറ്റ് ക്യാബിനിലാണ്. അതിന്റെ ഒരു ഹാപ്പിനെസ് എല്ലാവരുടെയും ഫേസിലുണ്ട് കേട്ടോ. പ്രൈവറ്റ് ക്യാബിൻ ബുക്കിങ്ങിന് എക്സ്ട്രാ ചാർജസ് വരും. ഇതിപ്പോ നോർമൽ ഫെയറിന് തന്നെ പ്രൈവറ്റ് ക്യാബിൻ കിട്ടി. വീക്ക് ഡേയ്സ് ആണ് ഞങ്ങൾ പോയത്. സോ റഷ് ഇല്ലാത്തതുകൊണ്ട് ഓരോ ഗ്രൂപ്പിനും സെപ്പറേറ്റ് ക്യാബിൻ കൊടുത്തിരിക്കുകയാണ്. കയറാൻ നേരത്ത് ഒരു സ്റ്റാഫ് എൻജോയ് യുവർ പ്രൈവറ്റ് ക്യാബിൻ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞപ്പോൾ ഞാനത് വിശ്വസിച്ചില്ല. അപ്പൊ ഞങ്ങളുടെ 360 ഡിഗ്രി സ്കൈ ഹൈ വ്യൂ ഇവിടെ തുടങ്ങുവാട്ടോ. സ്ലോലി ഞങ്ങൾ മേളിലേക്ക് പോവുകയാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. വാവ്, താഴത്തേക്കുള്ള വ്യൂ അടിപൊളിയാണ് കേട്ടോ. ആ കാണുന്നത് നമ്മൾ നേരത്തെ വന്ന വഴിയാണ്. ബിൽഡിങ്സിന്റെ മുകളിൽ ചുമ്മാ വായി നോക്കിയിരിക്കുന്ന 2 റെഡ് ചെടികളെയും കാണാം. ബർത്ത്ഡേ ബോയ് നല്ല എക്സൈറ്റ്മെന്റിലാണ് കേട്ടോ. ഇവിടെ എത്തണവരെ ആൾക്കൊന്നും അറിയില്ലായിരുന്നു. 2013 ഫെബ്രുവരിയിലാണ് ഈ പ്രോജക്റ്റ് ആദ്യമായി അനൗൺസ് ചെയ്യുന്നത്. അനൗൺസ് ചെയ്യുമ്പോൾ ഇതിന്റെ പേര് ദുബായ് ഐ എന്നായിരുന്നു. ഐ ഓഫ് ദുബായ് എന്ന് മീനിങ് വരുന്ന ദുബായ് ഐ. പിന്നീട് 2016 അറബിക് വേർഡായ ഐൻ ദുബായ് എന്നാക്കി റീനെയിം ചെയ്തു. ഐ ഓഫ് ദുബായ് എന്ന് തന്നെയാണ് ഇതിന്റെയും ഇംഗ്ലീഷ് മീനിങ്. അത്യാവശ്യം മുകളിൽ എത്തിയിപ്പോ, എന്നാലും ഏറ്റവും ടോപ്പ് പൊസിഷനിലേക്ക് എത്തിയിട്ടില്ല. കിളിവാതിൽ കൂടി പുറത്തേക്ക് നോക്കുമ്പോൾ സൂര്യൻ താഴത്തേക്ക് ലൈറ്റ് അടിക്കുന്നത് കാണാം. സൺസെറ്റ് ആവാൻ അധികം നേരമില്ല കേട്ടോ. പിന്നെ ആ കാണുന്നതൊക്കെ ബ്ലൂ വാട്ടേഴ്സ് ഐലൻഡിലുള്ള റെസിഡൻഷ്യൽ അപ്പാർട്ട്മെന്റ്സ് ആണ്. 500,000 AD per year, 600,000 AD per year ഒക്കെയാണ് ഇതിൻ്റെയൊക്കെ റേറ്റ് വരുന്നത്. വളരെ തുച്ഛമായ എമൗണ്ട്. നമ്മൾ വന്ന റോഡാണ് അങ്ങ് വിദൂരതയിൽ കാണുന്നത്. അവിടം തൊട്ട് ഈ ഐലൻഡ് സ്റ്റാർട്ട് ചെയ്തു. പിന്നെ ആ കാണുന്ന ബ്രിഡ്ജ് ഇവിടുന്ന് മെറീനയിലേക്ക് കണക്ട് ചെയ്യുന്നതാണ്. അപ്പൊ ഇവിടുന്ന് ബ്രിഡ്ജ് കൂടി ദുബായ് മെറീനയിലേക്ക് പോവാം. ഇതൊക്കെ ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കടലിൽ കൂടി ഇഷ്ടം പോലെ യോട്ടുകളൊക്കെ ചീറിപ്പായുന്നുണ്ട്. പുറത്തേക്കുള്ള വ്യൂ നേരത്തേക്കാളും അടിപൊളിയായിട്ടുണ്ട്. ഇനി നമ്മൾ ചരപരാന്നെടുത്ത കുറച്ച് ഫോട്ടോസ് കാണാം. ഞാൻ ബുക്ക് ചെയ്ത ടിക്കറ്റിൽ കോംപ്ലിമെന്റ് ആയി സ്നാക്സ് ആൻഡ് ഡ്രിങ്ക്സ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എവിടെ പോയാലും സ്നാക്സ് മാത്രം നോക്കി നടക്കുന്ന എൻ്റെ പുത്രൻ നല്ല ഹാപ്പിയിലാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓരോ ലെവൽ ഓഫ് ഹൈറ്റ് എത്തുമ്പോഴേക്കും എക്സ്പീരിയൻസ് ഡിഫറെൻ്റ് ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ പുറത്തേക്കുള്ള വ്യൂസ് ഒക്കെ കണ്ട് ഓരോ ലെവൽ ഓഫ് എക്സ്പീരിയൻസും എൻജോയ് ചെയ്യൂ. കൂടെ എൻ്റെ ഈ കഥകളും കുറച്ച് കേട്ട് നോക്കൂ. എന്ത് പറയുന്നു? താഴെ ഒരു സർപ്രൈസ് കാണുന്നുണ്ടല്ലോ. നമ്മുടെ സ്വന്തം ഷെയ്ഖ് മുഹമ്മദ് വീല് അങ്ങനെ കറങ്ങി വന്ന് ഇപ്പോൾ ഓപ്പോസിറ്റ് സൈഡ് കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ഓൾമോസ്റ്റ് ടോപ്പ് മോസ്റ്റ് പൊസിഷനിലേക്ക് എത്താൻ പോവുകയാണ് കേട്ടോ. ആ കാണുന്ന പോലെ ഇരിക്കും ഓരോ ക്യാബിൻ്റെയും വ്യൂ. ഈ വീൽ സ്വയം കറങ്ങുന്നത് കൂടാതെ ഓരോ ക്യാബിൻസും പൊസിഷൻ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി സ്വയം കറങ്ങുന്നുണ്ട്.
ഇതിപ്പോ നമ്മുടെ സൂര്യന്റെയും ഭൂമിയുടെയും കഥ പോലെ ആയല്ലോ. എന്തേലും ആവട്ടെ. പക്ഷെ ഹൈറ്റ് പേടിയുള്ള ആൾക്കാർക്കൊക്കെ ഇതൊരു പ്രശ്നമാകാൻ ചാൻസ് ഉണ്ട്. അതല്ലാതെ വേറെ കുഴപ്പങ്ങളൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ ക്യാബിനെ പറ്റി പറയുകയാണെങ്കിൽ മേളിലും താഴെയും കവേർഡ് ആണ്. സൈഡ് മൊത്തം ഗ്ലാസ് ആയതുകൊണ്ട് 360 ഡിഗ്രി വ്യൂ കിട്ടും. പിന്നെ നമ്മുടെ ടിക്കറ്റ് ചോയ്സ് മാറുന്ന പോലെ ക്യാബിൻസും മാറി വരും. കഫേ ഒക്കെ ഉള്ള ക്യാബിൻസും ഉണ്ട്. ഇതിലൊരു ക്യാബിൻ ബുക്ക് ചെയ്ത് ബർത്ത്ഡേ പാർട്ടിയൊക്കെ നടത്താനുള്ള ഓപ്ഷൻസും ഉണ്ട്. ഈ കാണുന്ന വെബ്സൈറ്റ് കയറിയാണ് ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്തിരിക്കുന്നത്. ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ വേണ്ടി ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഞാൻ ബുക്ക് ചെയ്യുന്ന ടൈമിൽ ഈവനിങ് 3:30 to 6:30 പീക്ക് അവേഴ്സ് ആണ്. സോ ആ ടൈമിൽ ബുക്ക് ചെയ്ത എക്സ്ട്രാ ചാർജസ് ഉണ്ട്. ഞാൻ ബുക്ക് ചെയ്ത ടിക്കറ്റിൽ 2 ഡിജിറ്റൽ ഫോട്ടോഗ്രാഫ്സ് ആൻഡ് കോംപ്ലിമെന്റ് ആയി സ്നാക്സ് ആൻഡ് ഡ്രിങ്ക്സും ഉണ്ടായിരുന്നു. നമ്മളിപ്പോൾ ഏറ്റവും ടോപ്പ് പൊസിഷനിൽ എത്തി. ദുബായ് മറീന കാണാം. ഈ ഭാഗത്ത് സ്കൈ ഡൈവിങ്ങിന്റെ എയർ സ്ട്രിപ്പ്, പിന്നെ ദുബായ് ക്രൂയിസ് ടെർമിനൽ, പിന്നെ നമ്മുടെ സ്വന്തം പാം ജുമേറ ഒക്കെ കാണാം. പിന്നെ ഷെയ്ഖ് മുഹമ്മദിന്റെ ക്ലോസ് വ്യൂ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ഇതിന്റെ ഡെവലപ്പേഴ്സ് ഷെയ്ഖ് മുഹമ്മദിന്റെ പിക്ചറിന് താഴെ കാണുന്ന ദുബായ് ഹോൾഡിംഗ്സ് ആണ്. ഹൈൻഡായി എഞ്ചിനീയറിംഗ് ആൻഡ് കൺസ്ട്രക്ഷനും സ്റ്റാർനത്ത് എഞ്ചിനീയറിംഗുമാണ് ഇതിന്റെ കൺസ്ട്രക്ഷൻ വർക്കൊക്കെ ചെയ്തിരിക്കുന്നത്. പല കൺസ്ട്രക്ഷൻ ഡിലേസും പിന്നെ COVID-19 പാൻഡമിക്സും ഒക്കെ കാരണം ഒരുപാട് ഡിലേ വന്ന് ഫൈനലി 2021 ഒക്ടോബർ 21 ഇത് ഓപ്പൺ ആകുന്നത്. പക്ഷേ 2022 മാർച്ചിൽ ടെമ്പററി ആയി ക്ലോസ് ചെയ്തിട്ടു. പിന്നെ കുറേ കാലം ക്ലോസ് ചെയ്ത് തന്നെ കിടന്നു. ഏപ്രിൽ 2021 വീണ്ടും ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തുവെങ്കിലും പബ്ലിക്കിന് ആക്സസ് കൊടുത്തിരുന്നില്ല. ഡിസംബർ 26, 2024 വീണ്ടും റീ ഓപ്പൺ ആയി. അപ്പോൾ എല്ലാവരും അടിച്ചു കയറി വാ. ഒരേ സമയം 1750 പാസഞ്ചേഴ്സിന് ക്യാരി ചെയ്യാൻ പറ്റും. പിന്നെ ടോട്ടൽ 48 ക്യാബിൻസ് ഉണ്ട്. 40 മിനിറ്റ്സ് ആണ് ഇതിന്റെ ഒരു റൈഡിന് എടുക്കുന്ന ടൈം. 250 മീറ്റേഴ്സ് ഹൈറ്റ് ഉള്ള ഈ ജയന്റ് വീൽ ഉണ്ടാക്കിയിരിക്കുന്നത് സ്റ്റീൽ കൊണ്ടാണ്. കഥകളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ താഴെ എത്താറായി. അങ്ങനെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി എക്സിറ്റ് ഡയറക്ഷനിൽ കൂടി പുറത്തേക്ക് പോവുകയാണ്. അവിടെ നമ്മൾ നേരെ കയറിയിരിക്കുന്നത് സുവനീർ ഷോപ്പിലാണ്. ആസ് യൂഷ്വൽ പ്രൈസൊക്കെ നല്ല കത്തിയാണ്. പിന്നെ കുറേ കറങ്ങി തിരിഞ്ഞ് മെമ്മറീസ് എന്നും പറഞ്ഞ് ഞാൻ കുറച്ച് മാഗ്നറ്റ്സ് എടുത്തു.
സമയം ഇപ്പോൾ ഒരു 6:30 ഒക്കെ ആയി കാണും. അതുകൊണ്ട് തന്നെ പുറത്ത് ഇപ്പോൾ മൊത്തം ബ്ലൂ ലൈറ്റ്സ് ഓൺ ആയിട്ടുണ്ട്. നമ്മൾ കയറുന്നതിന് മുൻപ് എടുത്ത ഫോട്ടോസ് റെഡി ആയിട്ടുണ്ട്. അതിന് നമ്മളൊരു ഫോട്ടോയും കീ ചെയിൻസിലും മാഗ്നറ്റ്സിലും പിക്ചർ വരുന്നൊരു ഓപ്ഷനൊക്കെ ചൂസ് ചെയ്തിരുന്നു. പിന്നെ നമ്മൾ അങ്ങനെ പുറത്തിറങ്ങി ബ്ലൂ വാട്ടേഴ്സിൻ്റെ ഒരു സന്ധ്യാസമയമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ മുകളിൽ നിന്ന് കണ്ട ബ്രിഡ്ജിലേക്കുള്ള വഴിയാണ് ഈ കാണുന്നത്. അങ്ങോട്ടേക്ക് പോകാൻ ഇപ്പോൾ ടൈമില്ല, പോയിട്ട് എന്തൊക്കെയോ കാര്യങ്ങളുണ്ട്. റമദാന്റെ ഫാസ്റ്റിംഗ് ടൈമിലായിരുന്നു നമ്മളിവിടെ വന്നിട്ടുണ്ടായിരുന്നത്. സോ അതിൻ്റെതായ കുറേ സംഭവങ്ങളൊക്കെ നമുക്കിവിടെ കാണാം. ഇതാണ് ഇവിടുത്തെ നൈറ്റ് വ്യൂ. ഐൻ ദുബായിൽ കയറിയില്ലെങ്കിലും വീക്കെൻഡ് ട്രിപ്പായി വരാൻ പറ്റിയ ഒരു പ്ലേസ് ആണ്. ഇന്നത്തെ വീഡിയോ ഇവിടെ തീരുകയാണ്. താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ. ബൈ.